ഹലോ. ഹലോ. യാ, പറയൂ, ആരാണ്? ഹലോ, എൻ്റെ പേര് വിപിൻ എന്നാണ്. ബിബിൻ. അതെ, വിപിൻ. ബിബിൻ, പറയൂ. കുറെ നാളായിട്ട് വിളിക്കുന്നു, ഇപ്പോഴാണ് കിട്ടുന്നത്. കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? യെസ്, സന്തോഷമായി. ആ, ബാക്കി പോന്നോട്ടെ. ഞാനാണെങ്കിൽ നമ്മുടെ ഈ ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം അല്ലായിരുന്നു, ഏതാ? നമ്മുടെ ബാബു രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വല്ലാത്തൊരു കഥ. അപ്പൊ അതിന്റെ ഒരു എപ്പിസോഡ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഏഷ്യാനെറ്റിലല്ല, പുള്ളിയുടെ ചാനലില്ല. അപ്പൊ അതിനകത്ത് ഇസ്രായേലിനെ കുറിച്ചിട്ടുള്ള ചരിത്രമാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. അതായത് ജൂത ചരിത്രം. അപ്പൊ ആക്ച്വലി എനിക്ക് ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നതിന്റെ കാര്യം കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണെന്ന് ഞാനാണെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അത്രയും പഴക്കമുള്ളതായിട്ട് അങ്ങോട്ട് കാണാൻ സാധിച്ചു. ഏകദേശം എത്ര പഴക്കം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു അനുമാനത്തിൽ? ഒരു 2000-3000 കൊല്ലം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾക്ക് ഇവിടെ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്ന സാധനം അതിനും പഴക്കമുള്ളതാണല്ലോ. അപ്പൊ നിങ്ങൾ ഇന്ത്യയുമായിട്ടാണ് ഏകദേശം അത്രത്തോളം തന്നെ പഴക്കമുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് തോറ എന്ന് പറയുന്ന സാധനം വരുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ, എന്നിട്ട് അതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെ നാട്ടിലുള്ളവര് ആദ്യം കുറച്ച് പേര് അവർക്ക് വേണ്ട സാധനം മാത്രം കേട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എല്ലാം ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കുന്ന ആളുകളാണ്. അതാണ് പ്രശ്നം. അതെ അതെ, എല്ലാവരും ഹലുവ കച്ചവടക്കാരാണ്. എല്ലാവർക്കും ആവശ്യമുള്ളത് മാത്രം മുറിച്ചെടുത്തോണ്ട് പോകും. എന്നിട്ട് അത് വെച്ചിട്ട് ഞങ്ങളുടെ ഹലുവയാണ് ഏറ്റവും നല്ലത്, നിങ്ങളുടെ ഹലുവ പണ്ടേ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഹലുവ പണ്ടേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ സമാധാനമായി? അപ്പോൾ ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ ഓക്കെ. ഈ നമ്മളുടെ ഇസ്രായേൽ ആ ഭാഗമൊക്കെ നിൽക്കുന്ന സ്ഥലം, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പണ്ട് ഈ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണത്. നമ്മളുടെ ഏൻഷ്യൻ സിവിലൈസേഷൻസ് ഒക്കെ ഉദയം ചെയ്തൊരു ഏരിയ കൂടിയാണത്. കാരണം അവിടുത്തെ ആ ഒരു പ്രസൻസ്, ഇപ്പോൾ നമ്മളുടെ ഒരു ഹ്യൂമൻ എവല്യൂഷൻ പറയുന്ന സമയത്ത് പറയാറുണ്ട്, സിവിലൈസേഷൻസിൻ്റെ ഒക്കെ ഒറിജിൻ പറയുമ്പോൾ അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്, ആ ഭാഗത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പണ്ടേ ജനസാന്നിധ്യം ഉണ്ടായിരുന്നു. അത് പല തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കാണുന്ന ജൂതന്മാർ എന്ന് വിളിക്കുന്ന ഒരാളുകളുടെ ചരിത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു 10,000-3000 വർഷമെങ്കിലും പഴക്കമുണ്ട് മിനിമം. യെസ്, അതാണ് അതിനകത്ത് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുമ്പോൾ അവിടെ 5 ലക്ഷത്തോളം അറബികൾ ഉണ്ടായിരുന്നു ഈ 48-ല്. അതെ അതെ, 47 സോറി. അതെ അതെ, അവർ തമ്മിൽ പരസ്പരം ഒരു റൈറ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇവിടെ ഹിന്ദി അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ തമിഴർ അങ്ങോട്ട് എതിർക്കത്തില്ലേ, അതുപോലെ അവിടെ ഹീബ്രു ഭാഷ ബാക്കിയുള്ള ചുമരെഴുത്തുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. അതുപോലെ ഇവരുടെ ജോലി ചെയ്യാനായിട്ട് നമ്മുടെ അറബികളെ അനുവദിച്ചില്ല. അപ്പോ അവർക്ക് പിന്നോക്കം പോകുന്ന നേരം അവര് റൈറ്റ് ചെയ്തു. പിന്നെയാണ് അവർക്ക് തമ്മിലുള്ളൊരു ഈ ഒരു എന്താ പറയാ ഒരു ദേഷ്യം അങ്ങോട്ട് കൂടി വന്നതെന്നും ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം അവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ പണ്ടേ ഉണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഇസ്രായേൽ രൂപപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ നക്ബ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് പക്ഷേ ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അറബികളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിൽ ജീവിക്കുന്ന അറബികളോട് പറയാൻ തുടങ്ങി, നിങ്ങളെല്ലാവരും പുറത്തേക്ക് പോരെ, ഞങ്ങളിപ്പോൾ ജൂതന്മാരെ തീർക്കും എന്ന്. അങ്ങനെ അവരോട് ഇറങ്ങിപ്പോരാൻ പറഞ്ഞു. അപ്പോൾ അവർ കിട്ടിയതും കയ്യിലുള്ളതൊക്കെ എടുത്തിട്ട് ഇറങ്ങിപ്പോന്നു. അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ അവസാനം യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ ജയിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അതാരുടെ കുഴപ്പമാണ് ഇറങ്ങിപ്പോകുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സെറ്റപ്പ് ചെയ്യുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ ജൂതന്മാര് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കപ്പം കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, ഇസ്ലാം മതം സമയത്ത്. ആ സമയത്ത് യൂറോപ്പിലുള്ളതിനേക്കാൾ ബെറ്റർ സാഹചര്യം ഇവിടെ ആയിരുന്നു എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അതിപ്പോൾ ഓട്ടോമാൻ ഭരണകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, അവിടെ അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ ദിമ്മികളായിട്ട് ജീവിക്കുകയാണ് ചെയ്തത്. പല ആളുകളും മതം മാറേണ്ടി വന്നിട്ടുണ്ട്, അവിടെ നിന്ന് നാട് വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു വാചകം ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മളുടെ കൂട്ടരും കൂടിയാണ് ഇവർ, അപ്പൊ അവരെ നമ്മൾ സഹോദരമായിട്ട് കാണണം എന്ന് കണ്ടുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. അതൊക്കെ ഓവർ തള്ളാണത്.
ആണല്ലേ. അതെ, ദിമ്മികൾക്ക് അങ്ങനത്തെ കൺസിഡറേഷൻ അല്ല. ദിമ്മികൾ എന്ന് പറയുമ്പോൾ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം അവർ കീഴൊതുങ്ങി കയ്യോടെ കപ്പം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അവർക്ക് ഹ്യൂമിലിയേഷൻ ടാക്സ് എന്നും കൂടിയാണ് അതിനെ വിളിച്ചിരുന്നത് തന്നെ. അവർക്ക് തോന്നണം ഇങ്ങനെ ഈ ഒരു ജിസിയ കൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം കലിമ ചൊല്ലി മുസ്ലിമായിട്ട് സക്കാത്ത് കൊടുക്കുന്നതാണെന്ന് തോന്നണം അവർക്ക്. അതാണ് ഈ പറയുന്ന ജിസിയയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ജിസിയ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കാലാകാലം ജീവിക്കുക എന്നുള്ളതല്ല. ഓക്കെ, അല്ല ഇതിനേക്കാൾ രൂക്ഷിതമായിട്ടുള്ള രീതിയിൽ യൂറോപ്പിൽ നിന്ന് അവർക്ക് ഫേസ് ചെയ്തേണ്ടി അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല ഇപ്പോ ഈ പറയുന്ന ജൂതവിരുദ്ധത ഇപ്പോഴും മുസ്ലിം എന്ന് പറയുന്നത് ഖുറാനിൽ പറയുന്ന ജൂതവിരുദ്ധ മാത്രം അല്ലല്ലോ ആക്ച്വലി. പിന്നെ മറ്റുള്ളവർക്കും ഉണ്ടല്ലോ, ക്രിസ്ത്യാനികൾക്കും കുറെയൊക്കെ ജൂതവിരുദ്ധത ഉണ്ടല്ലോ. ജൂതവിരുദ്ധത മുസ്ലിങ്ങൾക്ക് മാത്രമാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞു ഇല്ലല്ലോ. പക്ഷെ ഇന്നും ആ സാധനം കൊണ്ടു നടക്കുന്നവരാരാണ്? അതാ ഞാൻ പറഞ്ഞത്, ഇന്നും കുറെ ക്രിസ്ത്യാനികൾക്കും ഉണ്ടല്ലോ. ക്രിസ്ത്യാനികൾക്കും ഉണ്ട്, പക്ഷേ ഇത് അറബ് രാഷ്ട്രങ്ങൾക്കാണുള്ളത്. ഒരു രാജ്യത്തിൻ്റെ പോളിസിയായിട്ട് അവിടെ വെക്കുകയും ഇപ്പോൾ ഇറാനിൽ അവിടെ എന്താണ് ഒരു ഡെത്ത് ക്ലോക്ക്, ഒരു കൗണ്ട് ഡൗൺ വെച്ചിരിക്കുന്നുണ്ട്, ഈ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട്. ഇസ്രായേലിൻ്റെ അന്ത്യം 2040. അങ്ങനെ ഏതെങ്കിലും ക്രിസ്ത്യൻ രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ വഴിയില്ലെന്നല്ല, അത് ചെയ്തിട്ടില്ല. അല്ല, അതിന് മുമ്പ് ഇംഗ്ലണ്ട് അവരുടെ പോളിസി ആയിട്ട് കണ്ടു തന്നെ ഈ ജൂതരെ പുറത്താക്കിയിട്ടുണ്ട്. അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. നമ്മൾ സംസാരിക്കുന്നത് ഇന്നലത്തെ മിനിയാത്ത കാര്യങ്ങളാണ്. ഓക്കെ, പണ്ട് പലതും ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഉണ്ടായിരുന്നിടത്തുനിന്ന് മാറിയല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. പക്ഷെ അത് മാറാതെ ഇന്നും അത് കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നതും അതിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നതും. മാറിയതിനെ മാറി എന്ന് പറയൂ, മാറാത്തതിനെ മാറിയില്ല എന്ന് പറയാം. അല്ല സാറ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ കശ്മീരിലേക്ക് തിരിച്ച് പണ്ഡിറ്റുകൾ വരുന്നത് പോലെയാണ് നമ്മുടെ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അവിടേക്ക് വെസ്റ്റ് ബാങ്കിലുള്ള സ്ഥലത്തേക്ക് ജൂതന്മാരെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യിപ്പിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ചെയ്യിപ്പിക്കുന്നത് എന്നല്ല, അവർക്ക് വരാനുള്ള അവസരം അവിടെ ഉണ്ട്. അത് UN-ന്റെ തന്നെ പോളിസിയിലുള്ളതാണ്. അല്ല അങ്ങനെയാണെന്നിരിക്കെ ഇപ്പോ അതായത് ഇപ്പോ ഞാൻ താമസിക്കുന്ന വീട് പണ്ടെന്നല്ല കുറച്ചു നാൾ മുൻപ് മറ്റൊരാളുടെ ആയിരുന്നു. അല്ലെങ്കിൽ എന്റെ അപ്പന്റെ അല്ലെങ്കിൽ അപ്പൂപ്പന്റെ ആരോ ഒരാൾ ഇവിടെ വന്ന് ബാക്കിയുള്ളവർ ഒഴിപ്പിച്ചിട്ട് തന്നെ താമസിക്കുന്ന സ്ഥലമായിരുന്നു തന്നെ വിചാരിക്കുക. അങ്ങനെ ഇരിക്കെ ഞാൻ ഇതിനകത്ത് ഒരു പെടുന്ന ആളല്ലല്ലോ. അതായത് എനിക്കിതിന് യാതൊരു പങ്കുമില്ല. പക്ഷെ ഞാനിപ്പോ അനുഭവിക്കുന്ന സ്വത്തുക്കൾ ശരിയാണ് പണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. പക്ഷെ ഞാൻ ജനിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ അവിടെ വളരുന്നതും എന്റെ ഒരു കൾച്ചർ ഇവിടെ ആണ് എന്നുള്ളൊരു സ്വത്വബോധം എനിക്കുണ്ടല്ലോ. അപ്പൊ അതിനെ ഒഴിപ്പിക്കുന്നതിപ്പോ ഞാൻ എതിർക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ്. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്താ? അതായത് അവിടെ താമസിക്കുന്ന അറബ് വംശജരെ ഒഴിപ്പിച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ളൊരു വാദമുണ്ട്. അപ്പൊ അതിന്റെ കാര്യമാണ് ഒഴിപ്പിച്ചിട്ടാണ്. അല്ല കഴിഞ്ഞ ദിവസം സാർ ഒരാളുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ കശ്മീരിലെ വിഷയം എടുത്തു. അത് മനസ്സിലായി. ഒരു മുസ്ലിം ഫാമിലി താമസിക്കുകയാണെങ്കിൽ അവര് മാറിക്കൊടുക്കുന്നതാണ് നല്ലതെന്ന് സാർ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. മാറിക്കൊടുക്കണം നല്ലതെന്നല്ല, നമ്മളവിടെ പറയുന്നത് എന്താണ്, ആള് ചോദിക്കുന്നത് വെസ്റ്റ് ബാങ്കിലേക്ക് അങ്ങനെ ജൂതന്മാർ വരുന്നത് ശരിയാണോ എന്നാണ്. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചത് മാറിക്കൊടുക്കുന്നത്, ഒഴിപ്പിക്കുന്നത്, ഇതൊന്നല്ല നമ്മൾ പറയുന്നത്. വെസ്റ്റ് ബാങ്കിലേക്ക് ജൂതന്മാർക്ക് വരാനുള്ള അവകാശം ഉണ്ടോ ഇല്ലേ, ഇതാണ് നമ്മുടെ പ്രശ്നം. അതുണ്ട് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ അവരുടെ വീട് കയ്യേറി, അവരുടെ കുടുംബത്തിന്റെ വീട് കയ്യേറിയത് നമ്മൾ ഈ അപ്പൂപ്പന്റെ കാര്യമൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. എക്സിസ്റ്റിംഗ് തലമുറയിൽ പെട്ടിട്ടുള്ള ആളുകളുടെ വീട് വരെ കയ്യേറിയിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൂപ്പന്റെ കഥയിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ അത് സംഭവിച്ചിട്ടുള്ളതാണ് ഒന്നത്. രണ്ട്, ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക് ആയാലും, ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ള പേരല്ലല്ലോ ശരിക്കും അതിന്റെ പേര്. എന്താ അതിന്റെ ഒറിജിനൽ പേര്? ജൂദയ ആൻഡ് സമേറിയ. അപ്പൊ എന്താ പേര് എവിടുന്ന കിട്ടിയത്? ജൂതന്മാർ എന്ന് വിളിക്കുന്നതിൽ ഈ ജൂത് എവിടുന്നാ വരുന്നത്? അത് ആ സ്ഥലവുമായിട്ട് കണക്റ്റഡ് ആണ്. സയണിസം എന്ന് പറയുന്നതിലെ സയോൺ എവിടെയാണ്? അത് ജെറൂസലമാണ്. അപ്പം ഇതെല്ലാം ആ സ്ഥലവുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്ന്, ഇനി ഇത് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിലല്ല അവരങ്ങോട്ട് വരുന്നത്, അതും നമ്മൾ ഓർക്കുക. കിതാബിലുണ്ട് എന്നുള്ളത് ഒരു ആഡഡ് സാധനം മാത്രമാണ്. അവരുടെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കാശ്മീരികൾ ഇനിയിപ്പോൾ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ അവരെന്താ പറയുക, ഞങ്ങൾ വന്നിരിക്കുന്നത് കശ്മീരിൽ നിന്നാണ് എന്നുള്ളത് അവരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണത്. അത് അവരുടെ പൂർവികരായിട്ട് ജീവിച്ചു വന്നു എന്ന് അവർക്ക് എങ്ങനെയാണോ പറയാൻ കഴിയുക എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ പറഞ്ഞ 3000 വർഷങ്ങളുടെ ഹിസ്റ്ററി അവർക്കുണ്ട്.
അത് നിങ്ങൾക്ക് നിഷേധിക്കാം. അത് ഇനിയിപ്പോൾ ഒരു മത കിതാബിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം കുഴിച്ചെടുത്ത കിട്ടുന്ന തെളിവ് വരെ അവിടെ ഉണ്ട്. അത് കോയിനായിട്ടുണ്ട്, സ്ട്രക്ചേഴ്സ് ആയിട്ടുണ്ട്, വെറും കല്ലുകളായിട്ട് പോലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ നിഷേധിക്കാൻ കഴിയും? അത് അവരവിടെ ഉണ്ടായിരുന്നതാണ്. ഒന്നത് ഇനി അവരവിടുന്ന് മുഴുവനായിട്ട് തുടച്ച് നീക്കപ്പെട്ട് രണ്ടാമത് അവരവിടെ കൊണ്ടുവന്ന് നട്ടതല്ല. ഒരിക്കൽ പോലും പൂർണ്ണമായിട്ടും ജൂതന്മാരില്ലാത്തൊരവസ്ഥ ഈ പറഞ്ഞ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഓൾവേസ് ദർ വാസ് ഒരു എന്താ പറയുക, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ജൂതന്മാർക്ക് അവിടെ ഉണ്ടായിട്ട്. അവരുടെ നമ്പർ കുറഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. പക്ഷേ അവർ ഒരിക്കൽ പോലും സീറോ ആയിട്ടില്ല. ആ സീറോ ആകുന്ന അല്ലെങ്കിൽ അത്രയും കുറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ ഉള്ള ജൂതന്മാരുടെ ഹെൽപ്പോട് കൂടിയിട്ട് സ്ഥലം വാങ്ങിയാണ് സത്യത്തിൽ അവിടെ ഈ പറഞ്ഞ സ്ഥലം വാങ്ങുന്നത്. അത് തന്നെ ഇവർ സ്ഥലം വാങ്ങിക്കുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന അറബികളുടെ കയ്യിൽ നിന്ന്. ആ അറബികൾ അവിടുത്തെ നൊമാഡ്സ് ആണ്, അല്ലാതെ അവരവിടെ ഓൺ ചെയ്തിരുന്ന സംഗതിയൊന്നുമല്ല. അവരുടെ പാട്ടക്കരാറിലാണ് പലരും റൺ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ 10, 50, 15 ഇരട്ടിയൊക്കെ വില കൊടുത്തിട്ടാണ് അന്നുള്ള ജൂതന്മാർ വരുന്ന ജൂതന്മാർക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തത്. അതൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് ബ്രിട്ടനിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. അതായത് ബ്രിട്ടനെ ലോബി ചെയ്തിട്ടാണ് എന്ത് തന്നെയായാലും അത് ചെയ്തു. അപ്പോൾ ബ്രിട്ടനെ ലോബി ചെയ്തിട്ടല്ലേ പാകിസ്ഥാൻ മുറിച്ചുകൊണ്ട് പോയത്? അതുകൊണ്ട് അപ്പോൾ എന്താ പ്രശ്നം? ഇങ്ങനെ മുറിച്ചും കൊടുത്തൊക്കെ തന്നെയാണ് ഓരോ രാജ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ അത് മുറിച്ചുകൊണ്ട് പോയേ എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കാലാകാലം നിലവിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇന്ത്യ അങ്ങനെ നിലവിളിക്കുന്നുണ്ടോ പാകിസ്ഥാൻ പോയെന്നും പറഞ്ഞിട്ട്? അപ്പോൾ ഉണ്ടോ, അത് പോയി, അത്രേ ഉള്ളൂ. നമ്മുടെ ഭാഗമാണ് ഇവിടെ കിടക്കുന്നത്. പാകിസ്ഥാൻ അങ്ങനെ ഒരു ഇതുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു മുറിഞ്ഞു പോയ സാധനം അത് ഒരു സമാധാനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ക്ലോഷർ അവർക്ക് സംഭവിക്കുന്നില്ല. അതെന്താ സംഭവിക്കാത്തതിൻ്റെ കാരണം? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഗസ്വായ് ഹിന്ദ്, ഇന്ത്യയെ വീണ്ടും കോൺക്വസ്റ്റ് നടത്തണം, ഇതാണ് അവരുടെ മനസ്സിൽ. ഈ ഇസ്രായേലിലേക്ക്, അവിടെ പാലസ്റ്റൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്താണ്? ജൂതരാഷ്ട്രം ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഇസ്ലാമിലുള്ള സാധനമാണ്. അത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. മതമാണ് ഇതിൻ്റെ പ്രശ്നം. അതല്ലാതെ വെറുതെ ജോഗ്രഫി ഒന്നും അല്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇസ്രായേൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താ? അപ്പോൾ ആ സ്ലോഗൻ ജനോസൈഡൽ അല്ലേ? എക്സാക്ട്ലി അത് തന്നെയാണ്. മതം ആണ് ഇവിടുത്തെ പ്രശ്നം എന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്, ജിയോ പൊളിറ്റിക്സും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പൊ അവൻ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഇസ്രായേൽ ഇറാൻ വാർ നടന്ന സമയത്ത് അവനോട് ഞാനിങ്ങനെ ചോദിച്ചു, ഇത് മതമല്ലേ ഇതിന്റെ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു. പുള്ളി മുസ്ലിമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് മതത്തിന്റെ പ്രശ്നമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തോടുള്ള വെറുപ്പിന്റെ പ്രശ്നമാണ്. അതിന്റെ അവൻ പറയുന്ന റീസൺ ഇങ്ങനെയാണ്: ഇസ്രായേൽ താമസിക്കുന്നവർ ജൂതനാണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്ത്യനാണെങ്കിലും ഇനി അവൻ മുസ്ലിം ആണെങ്കിലും അവർ പ്രശ്നക്കാരാണെന്നാ പറഞ്ഞത്. പ്രശ്നക്കാരാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. അതാണ് പുള്ളി തീരുമാനിച്ചു. അതായത് ഇപ്പൊ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജൂതനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. 98 മുതൽ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയതാരാണ്? ആദ്യത്തെ അറ്റാക്ക് ആരാ നടത്തിയത്? ഫസ്റ്റ് വൺ ഇസ്രായേലാണോ? ആകാൻ സാധ്യതയില്ല എന്നല്ല, ഇസ്രായേൽ അല്ല, അറബികളാണ്. ഓക്കെ, 48 വാറ്. രണ്ടാമത്തെ അറ്റാക്ക് ആരാണ് നടത്തിയത്? അതും അറബികളല്ലേ? അറബികൾ. മൂന്നാമത്തേത് ആരാണ് നടത്തിയത്? ഇന്ന് വരെയുള്ള ഏത് അറ്റാക്ക്, ഒക്ടോബർ 7 ആരാ നടത്തിയത്? അതും അറബികൾ തന്നെയല്ലേ? ഏത് വാറാണ് ഇസ്രായേൽ തുടക്കമിട്ടത്? അതാ പറഞ്ഞേ, ഇത് പറയുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് മതമല്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടത് ഹമാസിൻ്റെ ചാർട്ടറാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഹമാസ് കോവനന്റ് 1988. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇത് കോവനന്റ് ഓഫ് ദി ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. 1988 അവർ എഴുതിയിരിക്കുന്ന സാധനത്തിൻ്റെ ആദ്യത്തെ സംഗതി നിങ്ങൾ വായിക്കുക. ഇൻ ദ നെയിം ഓഫ് ദ മോസ്റ്റ് മെർസിഫുൾ അല്ലാ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഒരു ഖുറാൻ്റെ വേഴ്സാണ്. ആൽ ഇമ്രാൻ എന്ന് പറയുന്ന ഖുറാനിലെ വേഴ്സ്, സൂറത്തിലെ 109 മുതൽ 111 വരെയാണ് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ വേണമെങ്കിൽ സൗകര്യം പോലെ വെച്ചു. ഇനി അതിൻ്റെ അടുത്ത വരി നിങ്ങൾ വായിക്കുക. എന്താണ്? ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ്. ഇതാരെഴുതിയിരിക്കുന്നത്? ഇമാം ഹസനുൽ ബന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാരാണ് ഈ ബന്ന? നമ്മൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ മുതലാളിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺടിൽ ഹമാസ് വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് എന്നല്ല അവർ എഴുതിയിരിക്കുന്നത്. ആണോ? അല്ല, ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ്. അപ്പോൾ പിന്നെ അത് മതമല്ല എന്ന് പറയുന്നത് കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങളെന്തിനാണ് അവർക്കില്ലാത്ത ന്യായം, നിങ്ങളെന്തിനാണ് അവർക്ക് തിരികെ കൊടുക്കുന്നത്? അവർക്ക് അങ്ങനെ ഉണ്ടോ?
വെച്ചത്. പോസിബിലിറ്റി ഇല്ലല്ലോ, അത് അവർ തന്നെ അതിനകത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 8 എടുത്ത് വായിക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 7 ആദ്യം വായിക്കുക. ആർട്ടിക്കിൾ 7 ഇത് ഒരു ഹദീസ് തന്നെ കൊടുത്തിരിക്കുന്നത്. ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് വിൽ നോട്ട് കം about until Muslims fight the Jews, അതായത് killing the Jews. When the Jew will hide behind stones and trees, the stone and tree will say, "O Muslims, O Abdullah, there is a Jew behind me, come and kill him." Only the Garkat tree, evidently certain kind of tree, would not do that because it is one of the trees of the Jews. ഇത് ബുഖാരി മുസ്ലിം എഴുതിയിരിക്കുന്ന ഹദീസ് ഈ പറയുന്ന ചാർട്ടിൽ എഴുതി വെച്ചിട്ട് ജൂതനെ, അവസാനത്തെ ജൂതനെ കൊന്നുള്ളത് അന്ത്യദിനം സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആർട്ടിക്കിൾ 8 വായിക്കാം. അള്ളാഹ് ഈസ് ദ ടാർഗറ്റ്, ദ പ്രൊഫറ്റ് ഈസ് ഇറ്റ്സ് മോഡൽ, ഖുറാൻ ഈസ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജിഹാദ് ഈസ് ഇറ്റ്സ് പാത്ത്, ആൻഡ് ഡെത്ത് ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ് ഈസ് ഇറ്റ്സ് ലോഫ്റ്റിയസ്റ്റ് ഓഫ് ഇറ്റ്സ് വിഷസ്. ഇത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 13 നിങ്ങൾ വായിക്കുക. ദർ ഈസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്റ്റീനിയൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രൂ ജിഹാദ്. എന്താണ് വായിച്ചത് നകുലേട്ട? ദർ ഇസ് നോ മാർഗമില്ല. മാത്രമല്ല ബാക്കിയും കൂടി പറയുന്നുണ്ട്. ഇനിഷ്യേറ്റീവ്സ്, പ്രപ്പോസൽസ് ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസസ് ആർ ഓൾ എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വെയിൻ എൻഡവേഴ്സ്. എന്ന് വെച്ചാൽ പിന്നെ ദ പലസ്റ്റീനിയൻ പീപ്പിൾ നോ ബെറ്റർ ദാൻ ടു കൺസെൻറ്റ് ടു ഹാവിംഗ് ദെയർ ഫ്യൂച്ചർ rights and fate toyed with, as in said in the honorable hadith, the people of Syria are Allah's lash in his hand. He wreaks his vengeance through them against whomsoever he wishes among his slaves. It is unthinkable that those who are double-faced among them should prosper over the faithful. They will certainly die out of grief and desperation. ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആകത്തുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദിന് ഇറങ്ങിത്തിരിക്കുക. ഇതിലൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒടുങ്ങും എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പറയും ഇത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണോ? അപ്പൊ ഇതുകൊണ്ട് തന്നെ ആയിരിക്കുമോ നമ്മുടെ ഇറാനും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇറാനും തന്നെയല്ലേ. അപ്പൊ ഇറാൻ ഈ ഷിയ രാജ്യമല്ലേ? സോ വാട്ട്? അപ്പോ ഈ ഷിയ എന്ന് പറയുന്നത് മുസ്ലിമേ അല്ല എന്നാണല്ലോ നമ്മുടെ സുന്നീസിന്റെ വാദം. പക്ഷെ ജൂതന്റെ മുന്നിൽ ഇതൊക്കെ ഒന്നാണ്. അങ്ങനെയുണ്ട്. അതാണ് കഥ. അതിപ്പം ലോകത്ത് മുസ്ലിങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ നിങ്ങൾ എക്സ് മുസ്ലിങ്ങളെ വരെ കൂടും എണ്ണം. അല്ല, ഇപ്പൊ ഇറാൻ ഇറാഖ് വാറിനകത്ത് ഇവര് ഇറാഖിന്റെ കൂടെ അല്ലായിരുന്നു? അതെ. അത് ഈ പ്രശ്നം കൊണ്ടായിരിക്കുമല്ലേ, ഈ സുന്നി ഷിയ പ്രശ്നം കൊണ്ട്. അപ്പോ ഇനി ഇറാനും ഇസ്രായേലും വരുമ്പോ അത് ഇറാന്റെ കൂടെ. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. അല്ല, ഇപ്പൊ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും തമ്മിത്തല്ലായിരിക്കുമല്ലോ. തമ്മിത്തല്ലാവുമല്ലോ. അതാണ് ഞാൻ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്. ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞു. സപ്പോസ് ഒരു പാലസ്റ്റൈൻ ആക്കി അങ്ങ് കൊടുത്തു എന്ന് വിചാരിക്കാം, എന്തായിരിക്കും അടുത്തത് സംഭവിക്കുക? മാറ്റിന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ സമാധാനം ഉണ്ടാവുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതാണ്, ഉണ്ടാവില്ലല്ലോ. ഈ പറയുന്ന ഗാസ അതാരാ ഭരിച്ചുകൊണ്ടിരുന്നത് ഒക്ടോബർ 7 വരേക്കും? അത് ഹമാസ് അല്ലേ? ഹമാസാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തെ അവരെന്താ ചെയ്തത്? വിസിറ്റ് ഗാസ എന്ന് പറഞ്ഞ ഇതിന് മുമ്പ് ഒരു വീഡിയോ അവിടുത്തെ പ്രതിപക്ഷത്തെ എന്താ ചെയ്തത്? അതവര് കൊന്നുകളയാണ്. ആരാണ് ഈ പ്രതിപക്ഷത്തുണ്ടായിരുന്നത്? PLO ഇപ്പൊ എവിടെയുള്ളത്? വെസ്റ്റ് ബാങ്കിൽ. നമ്മൾ ഈ ഒക്ടോബർ 7 തുടങ്ങുന്നതിന് ഒരു ഏതാനും മാസങ്ങൾക്ക് മുന്നേ ലെബനോണിൽ ഒരു പാലസ്റ്റീനിയൻ റിഫ്യൂജി ക്യാമ്പിൽ ഒരു വലിയൊരു വെടിവെപ്പും പ്രശ്നമുണ്ടായി. 10-20 ആളുകൾ കൊല്ലപ്പെട്ടു. അത് ആര് തമ്മിലായിരുന്നു? ഇന്ത്യ പാകിസ്ഥാൻ, ഉക്രൈൻ റഷ്യ, PLO ഹമാസ്. ആര് തമ്മിലായിരുന്നു? PLO ഹമാസ്. അവരെന്തിനാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കണേ? അതും പാലസ്റ്റീനിയൻ റെഫ്യൂജി ക്യാമ്പിൽ. അതാണ് ഈ പറഞ്ഞത്. അങ്ങനെ വേണ്ടത് ഒരേ കാര്യമാണ്. നിങ്ങൾക്കാ തോന്നുന്നത്. അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. മനസ്സിലായി? ഇനി ഒരു സെക്കൻഡ്. നായിന്റെ മക്കളെ എന്നിപ്പോ ഹമാസിനെ വിളിച്ചത് ആരാണ് ലാസ്റ്റ്? ആര്? അല്ല, അത് വെസ്റ്റ് ബാങ്കിലെ മുതലാളിയാണ്. മഹ്മൂദ് അബ്ബാസ് ആണ് വിളിച്ചത്. അതെന്തിനായിരിക്കും വിളിച്ചത്? അപ്പോൾ നമ്മളിവിടെ അവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വെസ്റ്റ് ബാങ്കിലെ മുതലാളി മഹ്മൂദ് അബ്ബാസ് അവരെ വിളിക്കുന്നത് നായിന്റെ മക്കളെ എന്നാണ്. അത് ശരിയാണോ? അവരുടെ പൊളിറ്റിക്കൽ റൈവൽറി പുറത്തെടുക്കുന്ന സമയം ഇതാണോ? ഇവിടെ നമ്മൾ ഇന്ത്യയിൽ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ നമ്മളുടെ ഒമർ അബ്ദുള്ള വരെ മോദിയുടെ കൂടെ നിന്നില്ലേ? ഇല്ലേ? അങ്ങനെയല്ലേ നിൽക്കുക? ഒരു രാജ്യം ഒരുമിച്ച് ഒരു പ്രശ്നം നേരിടുമ്പോൾ അത് ഒരുമിച്ച് നിൽക്കേണ്ട ബാധ്യതയില്ല അവിടെ. അതെന്തുകൊണ്ടാണ് കണക്കാക്കാത്തത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി എന്താണ് ഈ ഒക്ടോബർ 7 കൊണ്ടെത്തിച്ച കാരണം? എന്താണ്? വാട്ട് ഈസ് ദ പ്രൊവക്കേഷൻ?
സീരിയസ്ലി ഐ ഡോണ്ട് നോ. അന്ന് ഒരു ഐ ഡോണ്ട് നോ എന്നല്ല, അങ്ങനെ ഒരു പ്രൊവക്കേഷൻ ഇല്ല, അതുകൊണ്ടാണ് അറിയാത്തത്. ഓപ്പൺ എയർ പ്രസൻ ആയിരുന്നു. അല്ല ഇപ്പൊ അറിയില്ല, പക്ഷെ അന്ന് ഓപ്പൺ എയർ പ്രസൻ ആയിരുന്നു. അതാണ് ഇതാണ് അത് അന്ന് പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ അവര് പറയുന്നത് ഗാസ വാസ് ഒരു പാരഡൈസ് എന്നായിരുന്നു ഇപ്പൊ പറയുന്നത്. ആയിരുന്നു എന്ന് പറയുന്നു. കാരണം അതിന്റെ ഒരു വീഡിയോയും അവര് തന്നെയാണ് ഇറക്കിയത്. കൂടുതൽ വീഡിയോയും കിടപ്പുണ്ട്. അതെ, അത് അവര് തന്നെയാണ് ഇറക്കിയത്. വിസിറ്റ് ഗാസ എന്നും പറഞ്ഞുകൊണ്ടൊരു. അപ്പോൾ അവർ തീരുമാനിക്കട്ടെ ഇത് എന്താണ് ഈ പറഞ്ഞ മാതിരി എന്താണ് പാരഡൈസ് ആണോ ഓപ്പൺ എയർ പ്രിസൺ ആണോ എന്നുള്ള കാര്യം അവരൊരു തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. സപ്പോസ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ സാറിന് മുമ്പിൽ നോക്കട്ടെ. അതായത് ഇപ്പോൾ സപ്പോസ് ഇത് ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നു എന്ന് വിചാരിക്കും. അല്ലല്ലോ, പിന്നെ എന്തിനായിരുന്നു എന്ന് പറയുന്നത്? അല്ല, ഞാൻ ജസ്റ്റ് ഫോർ ഹൊറർ ചോദിക്കുക ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോ ഇങ്ങനെ ഒരു റിവോൾട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്രമം ന്യായീകരിക്കാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇതിന് മുന്നേ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. മുൻപ് എങ്ങനെ ഈ പറഞ്ഞ മാതിരി അവരെ ഇതുപോലെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നൊരവസ്ഥ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഭാഗമായിട്ട്? ഇതിന് മുമ്പും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. 6 വർഷത്തെ വെടിനിർത്തൽ യുദ്ധം ഉണ്ടായെന്നല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ അവരെ കഷ്ടപ്പെടുത്തി അവർ ഒരു ഓപ്പൺ എയർ പ്രിസൺ ആക്കുന്ന അവസ്ഥ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അറിയില്ല എന്നല്ല, ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ എന്നാൽ ഇസ്രായേൽ ഓരോ തവണ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയല്ലേ ചെയ്തത്. ഹെവിലി മോണിറ്റേർഡ് ആവുന്ന അവരുടെ കയ്യിലിരിപ്പുണ്ടാണ്. കിട്ടുന്ന അവസരത്തിൽ മുഴുവൻ ഇന്തിഫാദ എന്ന് പറഞ്ഞിറങ്ങിയിട്ട് സൂയിസൈഡ് ബോംബേഴ്സ് ആയി കഴിഞ്ഞാൽ ആരാണ് മോണിറ്റർ ചെയ്യാണ്ടിരിക്കുക? അവർക്ക് അവരുടെ ജീവനിൽ കൊതി ഉണ്ടാവില്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 10 ആൾ കയറി വന്നു, അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പൊട്ടാൻ തുടങ്ങി. 11ാമൻ കയറി വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? മോണിറ്റർ ചെയ്യും. അതിപ്പോൾ ഇസ്രായേലിന് ചെയ്യാൻ പാടില്ല എന്നാ പറയണേ. എന്തിനാണ് ഈ പൊട്ടണത്? പൊട്ടേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പിന്നെ വേറെ വഴിയില്ല. ഈ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നിട്ട് ചർച്ചയോ ദർ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്തീനിയൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രൂ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ പൊട്ടുമ്പോൾ മോണിറ്റർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അത് അവർ തിരുത്തണ്ടേ, അവരുടെ ബേസിക് ഈ പ്രശ്നം അവർ തിരുത്തണ്ടേ. അവർ തിരുത്താതെ ഇസ്രായേൽ മാത്രം തിരുത്തിയോണ്ട് കാര്യം തീരുമോ? അവരെന്തുകൊണ്ട് അതിനുള്ള ഇനിഷ്യേറ്റീവ് മറ്റു രാജ്യങ്ങൾ എടുക്കുന്നില്ല? അറബ് രാഷ്ട്രങ്ങൾ എടുത്തല്ലോ. അറബ് രാഷ്ട്രങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങൾ മാറിയില്ല. ആദ്യം മാറിയ രാജ്യം ഈജിപ്ത് അല്ലേ, രണ്ടാമത് മാറിയത് ജോർദൻ അല്ലേ, അങ്ങനെ ഓരോരോ രാജ്യങ്ങളായിട്ട് മാറിയില്ല. അവസാനം മാറാൻ പോയ രാജ്യം സൗദി അല്ലേ. അത് മാറുന്നതിൻ്റെ വക്കിലല്ലേ ഈ പറഞ്ഞ അറ്റാക്ക് ഒക്ടോബർ 7 ഉണ്ടായത് അല്ലേ? ഇപ്പം ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി, ഇറാൻ ഏതെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ സഹായിക്കാൻ പോയോ? ഹമാസിനെ ആരെങ്കിലും സഹായിച്ചോ? ഈ ഹൂത്തികളും ഈ ഹിസ്ബുള്ള അല്ലാതെ ഹിസ്ബുള്ളയുടെ ബോൾസ് മുഴുവൻ പോയി അവരവിടെ നിലവിളിയാണ്. ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? പാവങ്ങൾ, കഷ്ടം തോന്നുന്നു. ഹിസ്ബോളില്ല മാറി. അത് വേറെ വിഷയം. അത് അവർ ഹോബി, ഇടയ്ക്ക് ഇത് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമാണ്. ജസ്റ്റ് ഫോർ ഹൊറർ. ഓക്കെ, ഇപ്പം സമാധാനമായില്ലേ? ശരി, ആയിക്കോട്ടെ. ഓക്കെ, ബൈ. യെസ്, വെൽക്കം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.